നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് കുഴപ്പമില്ല സർ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ഇത് ഈ ശബ്ദം നീ ആ പൊടി പിടിച്ചെടുക്കുന്ന പയ്യനെ പറഞ്ഞു വിട്ട? അതെന്തിനാ പറഞ്ഞു വിട്ടെ? അയാളെ ഞാൻ പറഞ്ഞൊന്നുമല്ല. അന്തസ്സുള്ള മനുഷ്യർക്ക് കാത്തിരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. മോൾ ഇവിടെ നിൽക്കി, ഞാൻ അയാളെ എങ്ങനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. ഓ ചെല്ലു. ഹലോ, ഒന്ന് നിൽക്കണേ. ഹലോ, ഒന്ന് നിൽക്കണേ. ആ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോ ഉടനെ അങ്ങ് ഒരുങ്ങാൻ കയറിയതായിരിക്കും. പിന്നെ പെണ്ണുങ്ങൾക്ക് അതാണല്ലോ പണി, സൗന്ദര്യം കാണിക്കും. ആരെങ്കിലും വന്ന് വിളിക്കുമ്പോ ഞാൻ ഉടനെ ഇറങ്ങി വരാൻ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്നല്ല. പിന്നെ അവിടെ മല മറിക്കുന്ന ജോലിയല്ലേ? വീട്ടു ജോലി പെണ്ണുങ്ങൾക്ക് മല മറിക്കുന്ന ജോലി തന്നെയാണ്. ഓ, അത് പുരുഷന്മാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ ഏറ്റവും വലിയ കുഴപ്പം. പിന്നെ ഈ വീട്ടിൽ ഒരു പെണ്ണുമില്ല, എന്നിട്ട് ഇവിടത്തെ ജോലികളൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഈ വീട്ടിൽ ഏത് പെണ്ണാ ഉണ്ടാവുന്നത്? തന്റെ കൂടെ ഏത് പെണ്ണ വന്ന് നിക്ക? ആരെങ്കിലും ജീവിക്കാൻ ആഗ്രഹം കാണില്ലേ? ശരി, എന്റെ കൂടെ പെണ്ണുങ്ങൾ ആരും കാണില്ല. പക്ഷേ നല്ലവളായ നിന്റെ കൂടെ ആണുങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. എന്നിട്ട് ആ വീട്ടിലെ പുരുഷന്മാരെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതെങ്ങനെ? നീയൊക്കെ സ്വസ്ഥത കൊടുത്തിട്ട് വേണ്ടേ നിന്റെ കൂടെ നിൽക്കാനായിട്ട്? താൻ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. ഇയാളുടെ അമ്മാവും വന്ന് വിളിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ മോന്ത കാണാൻ ഞാൻ വരില്ലായിരുന്നു. വന്നേ. വാ. എന്താ എന്താ സാറേ? അതെ, അവിടെ ആ ടീച്ചർ വന്നിട്ടുണ്ട്. ആ, ഒന്ന് കണ്ടേച്ച് പോവാം. അല്ല, പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിനേക്കാൾ അത്യാവശ്യം ഒരു സാധനം വിൽക്കട്ടെ. വാ. ഓ, വാ വാ. എന്നാ സാർ കയറി. അയ്യേ, ഇല്ലേ, ദൂരത്തിലാ. വന്നാട്ട്. ആ ശരി, ഞാൻ വാ. ചെല്ലു. വാ. അമ്മാവന് ഭ്രാന്ത, അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ ഒരുത്തെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എന്തായാലും ആ വന്ന മനുഷ്യൻ നിന്നെ കാണാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ അയാളുടെ ദിവസം കൂടെ പോയനെ. താൻ പോടൂ, കാട്ടു പോത്തെ. നീ പൊടി ഉണ്ട കണ്ണി കാട്ടു കുരങ്ങി. തന്നെ ഞാൻ കാണിച്ചു തരാടോ. ആ വാ വാ. അല്ല, പത്മ ടീച്ചർ എന്തി പോയി. അതെന്ത് പോക്ക? ഞാൻ ദേ ഈ ആളെ വിളിക്കാൻ വേണ്ടി പോയതല്ലേ. അവൾക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റില്ലല്ലോ, തമ്പുരാട്ടിയല്ലേ. തമ്പുരാട്ടിയ? ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞ ഇപ്പൊ വരാ. വേണ്ട വേണ്ട, ആ ഇനിയേ അവൾ ഇയാളെ കാണണ്ട. അത് കുഴപ്പമില്ല സാർ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. ആ, അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ഇത് ഈ ശബ്ദം എടോ, താനിപ്പോ എന്റെ സുഹൃത്താ. അവളെ കണ്ട് കാല് പിടിച്ച ചിലപ്പോ ഒരു പീസ് തനിക്ക് ചെലവാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ തനിക്കൊരു ഓഫർ തരാം. 5-10 പീസ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് എടുപ്പിക്കാം. താൻ ധൈര്യമായിട്ട് പൊയ്ക്കോ.
ഇതിൽ താഴെയുള്ളവർ മേടിച്ചാലേ ഓർമ്മ. ഒന്ന് ചുമ്മാ ഇരുന്നേ. ഓ അത് ശരിയാണ് സാർ. അയാൾ വെക്കട്ടെ. ശരി സാർ. ഓ ശരി. ഞാൻ ലാഭം കൂടുതൽ കിട്ടുന്നത് നോക്കിയാൽ മതിയല്ലോ. സാറേ മറക്കല്ലേ. ഇല്ലാന്നേ. പിന്നെ വിളിക്കാം, പിന്നെ വിളിക്കാം. അപ്പൊ ശരി. ശരി. അത് ശരി. ഇപ്പൊ ആരിവിടെ സംസാരിച്ചത്? ഇവിടെ നാവുള്ളവരൊക്കെ സംസാരിക്കും. അതല്ല, നിങ്ങൾ രണ്ടുപേരല്ലാതെ വേറൊരു ശബ്ദം കേട്ടതോ? ആ മോളെ, അത് ഞാൻ പറഞ്ഞ പൊടിപിടിപ്പിക്കുന്ന യന്ത്രത്തിന്റെ ആ റെപ്രസെന്റേറ്റീവാ. അയാളെ ഞാൻ വിളിച്ചോണ്ട് വരുമ്പോഴേക്കും മോള് ആവത്തോട്ട് കയറി അങ്ങ് പോയില്ലേ. ആ വിഷമിക്കണ്ട മോളെ, അയാൾ ഇനിയും വരും. അയാൾ ഇനിയും വരുമ്പോ ഇതുപോലൊക്കെ തന്നെ കാണിക്കണം. ആ ടീച്ചറാണ് പോലും. സമയനിഷ്ഠ പാലിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ എങ്ങനെ ടീച്ചറാവാന്? ശ്ശേ. ഒരു ടീച്ചർ വന്നിരിക്കുന്നു. അയാളെ അങ്കിളിന് പരിചയമുണ്ടോ? ആ, എനിക്ക് പരിചയമുണ്ടോന്ന് ചോദിച്ചാ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ ഇപ്പൊ കണ്ടല്ലേ ഉള്ളൂ. എന്താ മോളെ? ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലാതെ ഒന്നുമില്ല. ആ അത് കുഴപ്പമില്ല സാർ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നും എന്നെ ബാധിക്കില്ലല്ലോ. അല്ല, എനിക്കൊരു കച്ചവടം കൂടെ നടക്കുമല്ലോ. ഇത് ഈ ശബ്ദം ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.